പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. ഒന്നുകൂടി നമുക്കിവിടെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കാം. ചേട്ടാ, അപ്പോൾ ചേട്ടൻ പറവൂർ മണ്ഡലത്തിലാണ്. ഇക്കുറി ശക്തമായ മത്സരമാണോ? ശക്തമാണ്. ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? ആര് ജയിക്കുമെന്നത് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ശക്തമായ മത്സരമാണ്. ചേട്ടൻ ഏതായാലും വോട്ട് ചെയ്യും. ആർക്കാണ് വോട്ട് ചെയ്യുന്നത് പരസ്യമായിട്ട് ചോദിക്കുന്നില്ല, പറയാൻ പറ്റൂല. പക്ഷെ ചേട്ടൻ ഇപ്പോൾ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. ഈ കുറെ നാളുകളായി വി.ഡി. സതീശനാണല്ലോ ജയിക്കുന്നത്. വലിയ വികസനങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ട്, പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ LDF പറയുന്നത് വികസന മുരടിപ്പ് ഉള്ള ഒരു മണ്ഡലമാണെന്ന് പറയുന്നുണ്ട്. അതിനോട് യോജിപ്പുണ്ടോ? അതിപ്പോ ഓരോരുത്തർ വരുമ്പോ അതനുസരിച്ചല്ലേ ഇത് വരുള്ളൂ. ഓരോരുത്തരുടെ പ്രവർത്തനം പോലെ ഇരിക്കും കാര്യങ്ങൾ. ഏതായാലും വി.ഡി. സതീശൻ എന്നുള്ള MLA-യുടെ പ്രവർത്തനത്തിൽ ചേട്ടൻ തൃപ്തനാണ് മണ്ഡലത്തിലുള്ള ആളെന്നുള്ള നിലയ്ക്ക്? അതിപ്പോ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് ഒരു ചേട്ടൻ കൂടി ഉണ്ട്. ചേട്ടാ, ശക്തമായ മത്സരമാണോ ഇവിടെ നടക്കുന്നത് പറവൂർ മണ്ഡലത്തില്? മത്സരം എന്ന് പറയുന്നതൊക്കെ ശക്തമാണല്ലോ. ഈ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ്. വി.ഡി. സതീശൻ ഇപ്പോൾ 2001 മുതൽ തുടർച്ചയായിട്ട് ജയിക്കുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് ജയിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ വലിയ വികസനം ഈ മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഏതായാലും ഈ 10 വർഷത്തിന് മുൻപും ഈ MLA ഇവിടെ ഉണ്ടായിരുന്നു. അതിനേക്കാൾ വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ ഓരോ ആളുകൾ വരുന്നതോറും മാറി മാറി വരുന്നത് എന്നുള്ളത് കഴിഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചേട്ടൻ എവിടെയാ വോട്ടുള്ളത്? ഈ മണ്ഡലത്തിൽ എവിടെയാ വോട്ടുള്ളത്? ഏഴിക്കര. ഏഴിക്കരയിലാണ് വോട്ട്. അപ്പോൾ ഇതിനോടകം തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന്? വി.ഡി. സതീശനെ വോട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ചേട്ടൻ വ്യക്തമായിട്ട് അഭിപ്രായം പറഞ്ഞു. ഒരു ചേട്ടൻ കൂടി ഉണ്ട്. ചേട്ടാ, ഈ മണ്ഡലത്തിലുള്ള ആളാണോ? ഈ മണ്ഡലത്തിലുള്ള ആളാണോ? അപ്പോൾ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? മത്സര ചൂട് എങ്ങനെയുണ്ട്? ഇവിടെ അടുത്ത വർഷം ജയിക്കും. കഴിഞ്ഞ 25 വർഷമായിട്ട് ഒന്നും ചെയ്യാത്തൊരു മണ്ഡലമാണത് വി.ഡി. സതീശൻ. ചേട്ടൻ CPM ആണോ CPI ആണോ? LDFന്റെ ആളാ. LDFന്റെ ആളാ. ഒരു വികസനവും ഇവിടെ ഉണ്ടായിട്ടില്ല പറവൂര്. ഈ ആശുപത്രി, സർക്കാർ ആശുപത്രി, ഇവിടെയുള്ള മറ്റു അസംബ്ലിയിലൊക്കെ പോയും മണ്ഡലത്തിലൊക്കെ പോയി എന്തെല്ലാം വികസനം ഉണ്ടായിട്ടുള്ള ആശുപത്രികളൊക്കെ എല്ലാം ജില്ലാ ആശുപത്രിയിലൊക്കെ. പക്ഷെ പറവൂര് ആശുപത്രി ഇപ്പോഴും ഇവിടെ ശോചനീയാവസ്ഥ. പറവൂര് കോളേജില്ല. അത് നമ്മുടെ ഈ ഇവിടെ ശർമ്മയും പിണറായി സഖാബൊക്കെ വന്നിട്ടാണ് ഇവിടെ കോളേജ് അനുവദിച്ചതല്ല. എന്നിട്ട് അത് അയാളുടെ ക്രെഡിറ്റ് ആയിട്ട് ഞാൻ അനുവദിച്ചാണെന്നാണ് സതീശനല്ല. ഇവിടുത്തെ ഈ സർക്കാർ അവരുടെ ഫണ്ട് കൊണ്ടാണ്. ഇവിടെ ഒരു ഗ്രൗണ്ട് ഇല്ല, പിള്ളേർ കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല. വളരെ ശോചനീയാവസ്ഥ. ഈ പ്രാവശ്യം എന്തായാലും ടൈസൺ മാഷ് ജയിക്കും, ഉറപ്പുള്ള കാര്യം.